അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ചെറിയ മക്കൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള കുട്ടികൾ. സ്വർഗത്തിൽ വിൽദാനും മുഖല്ലദുൻ, ശാശ്വതത്വം നൽകിയ കുട്ടികളുണ്ടാവും പരിചാരകരായിട്ട്. ഇതിനാൽ ഈ കുട്ടികളെ എന്തിനാണ് ഈ പരിചാരകരാക്കുന്നത്? കൗതുകം ജനിപ്പിക്കാനാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വലിയ കൗതുകമുണ്ടാവും. സ്വന്തം കുട്ടിയാകുമ്പോൾ ഒരു ഹൃദയ ബന്ധവും ഒരു വൈകാരിക ബന്ധവും ആ കുട്ടിയോട് നിലനിൽക്കും. ആ കുട്ടി എന്ത് ചെയ്താലും കൗതുകത്തോടു കൂടിയാണ് നമ്മൾ നോക്കുക. കൗതുകം എന്നത് ഒരു വസ്തുവിനെ അത്ഭുതകരമായിട്ട് നമ്മൾ നോക്കുന്നതിനെ കൗതുകം എന്ന് പറയാം. അതിൻ്റെ അത്ഭുതം അവസാനിക്കുമ്പോൾ കൗതുകം അവസാനിക്കും. നമുക്ക് പ്രീ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോനും അല്ലെങ്കിൽ ഒരു മോളുണ്ട് എങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോടുള്ള കൗതുകം അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഉണ്ടാവുക. ഈ കൗതുകം നന്മയിൽ ഉപയോഗപ്പെടുത്താനും തിന്മയെ ശീലിപ്പിക്കാനും കൗതുകം ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉപ്പയുടെ ഉമ്മയെ അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയെ ഒരു കുട്ടി പേര് വിളിക്കുമ്പോൾ ചിരിക്കാനും ആ കുട്ടിക്ക് പക്വതയെത്തി എന്ന് ദുർവ്യാഖ്യാനിക്കാനും യഥാർത്ഥത്തിൽ ആളുകൾ ശ്രമിക്കാറുണ്ട്. അപക്വമായി കുട്ടി പെരുമാറുമ്പോഴൊക്കെ കുട്ടിയിൽ നിന്ന് അത് ഉണ്ടാകുമ്പോൾ അതും കൗതുകമായി കാണുകയും ആ കൗതുകത്തെ പ്രകടിപ്പിക്കുകയും ആ പ്രകടിപ്പിക്കുന്ന കൗതുകത്തെ നിലനിർത്താനായി കുട്ടി ആവർത്തിച്ച് അങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ഒരു ഫുജൂർ കുട്ടിയിൽ വളർന്നു വരുന്നുണ്ട്. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. കുട്ടിയിലുണ്ടാകുന്ന നന്മകളിലേക്ക് കൗതുകം ഉണ്ടാവുകയും കുട്ടി തിന്മ ആ സമയത്ത് ശീലിച്ചാൽ അത് അപകടമാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അവിടെ ഇടപെട്ട് ആകെ പ്രയാസപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കാര്യത്തിൽ ഒരു ആശ്ചര്യത്തോടു കൂടി, കൗതുകത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി അത്തരം അപമര്യാദകളെ നോക്കാതിരിക്കുക എന്നത് മാത്രം മതി ആ കാര്യത്തിൽ നിന്ന് കുട്ടി പിന്തിരിഞ്ഞു പോരാൻ. അതൊന്നും ആലോചിക്കാതെ കൗതുകത്തിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ വസ്ത്രത്തിലായാലും സംസ്കാരത്തിലായാലും സംസാരത്തിലായാലും പ്രവർത്തനത്തിലായാലും എല്ലാറ്റിലും ഒരു പക്വത കുട്ടിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് അതിനെ ബുദ്ധിമുട്ടിക്കാനോ അപക്വമായി പെരുമാറുമ്പോൾ കൗതുകമെന്ന് കരുതി അതിനെ തിരുത്താതിരിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ സാന്ദർഭികമായി ഇടപെടാനുള്ള കൃത്യമായ പക്വത നമ്മൾ ജീവിതത്തിൽ കാണിക്കണം. ഈ കൗതുകത്തെ മുതലെടുത്ത് കുട്ടികൾ പല പല കൗതുകങ്ങളുള്ള കാഴ്ചകളും കാണിച്ചു തരും. അവർ അപമര്യാദയിൽ പെരുമാറുന്നത് കൗതുകമായി കാണുമ്പോൾ വീണ്ടും വീണ്ടും അപമര്യാദയായി പെരുമാറാൻ കുട്ടികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ ഒരു കാലത്ത് നമ്മൾ നിരാകരിക്കുകയും പെട്ടെന്നത് വേണ്ടെന്ന് പറയുകയും നമ്മുടെ കണ്ണിൽ കുട്ടിയെക്കുറിച്ചുള്ള കൗതുകം അവസാനിക്കുകയും ചെയ്യുന്നിടത്ത് ഈ കുട്ടിയും ഉമ്മയും അല്ലെങ്കിൽ കുട്ടിയും ഉപ്പയും കുട്ടിയും മാതാപിതാക്കളും തമ്മിൽ ശത്രുതയിലേക്ക് പോകും.
ഇത് കുട്ടിയുടെ ധാർമ്മികതയെ നല്ലവണ്ണം ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉമ്മയുടെ ഉപ്പയുടെ പേര് പറയുക, അതേപോലെ വലിയ വലിയ വർത്തമാനങ്ങൾ ചെറിയ വായിൽ നിന്ന് വരിക എന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകേണ്ട സംഗതിയല്ല. നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിലും ആ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്, അതിൻ്റെ രീതി നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. സാധാരണ വലിയ കുട്ടികളോട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെറിയ കുട്ടികളോട് ചെയ്യാൻ പാടില്ല. കാരണം ആ ഇതളുകൾ വളരെ മിനുസമാണ്. അതിൽ മുള്ളു കോറിയാൽ കാലാകാലം ആ കോറിയ പാടവിടെ നിലനിൽക്കും. ആ നിലക്ക് അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് വരുന്ന തിന്മകളെ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് നമ്മൾ പറയുന്ന വിഷയത്തിൻ്റെ മർമ്മം. അതേപോലെ മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടിയുമുണ്ട്. ഇളയ കുട്ടിക്ക് എല്ലാ കാര്യത്തിലും റിഡക്ഷൻ കൊടുത്ത് എന്തുകൊണ്ടാണ് അവന് റിഡക്ഷൻ കൊടുക്കുന്നത് എന്ന ചോദ്യം വലിയ കുട്ടിയിലുണ്ടായാൽ വലിയ കുട്ടി അനുസരണക്കേടിലേക്ക് പോകും. അവിടെ ഒന്നുകിൽ വലിയ കുട്ടിക്ക് ഈ കുട്ടിക്ക് എന്തുകൊണ്ട് റിഡക്ഷൻ കൊടുക്കുന്നു, എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെ തന്നിട്ടുണ്ട് എന്നൊരു ബോധം കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ റിഡക്ഷൻ കൊടുക്കാതിരിക്കലാണ് നല്ലത്. അനീതി ഒരിക്കലും വെച്ച് പൊറുപ്പിക്കുന്ന സംഗതിയല്ല. ആരും അതിന് കൂട്ടുനിൽക്കുകയുമില്ല. അനീതി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നീതിയുക്തം പ്രവർത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ നീതി കിട്ടാത്തവന് അനുസരണക്കേട് വളരും എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം. നീതി കിട്ടിയവൻ അനുസരണം ഉണ്ടാവുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂചിപ്പിച്ചത്. ഒന്ന്, കുട്ടികൾ ചെയ്യുന്ന തിന്മകളെ കൗതുകം എന്നൊരു വാക്ക് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു പോകുമ്പോൾ വലിയ ഒരു മാറ്റമാണ് കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. 3 വയസ്സായ കുട്ടിക്ക് ഇപ്പോൾ 5 വയസ്സിൻ്റെ പക്വത ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പക്വമായി കുട്ടികളോട് പെരുമാറുമ്പോൾ അത് വലിയ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കും. എന്നാൽ വലിയ കുട്ടിയായിരിക്കുന്നു എന്ന് ശാരീരിക വളർച്ചയില്ലെങ്കിലും മാനസികമായി അവർ കുറച്ച് ഉയർന്നിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, സ്വന്തം ഡ്രസ്സ് ഇടാനായിട്ടുണ്ട്, സ്വന്തം ഡ്രസ്സ് ആ ബാസ്ക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ടുണ്ട് എന്ന പ്രഖ്യാപനത്തോടു കൂടി ആ കുട്ടി സ്വയം പര്യാപ്തതയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെയ്യുന്ന കൗതുകകരമായ കാര്യങ്ങളിൽ തിന്മയുണ്ടെങ്കിൽ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ആ കാര്യത്തിൽ എന്ത് നടപടിയെടുക്കണമെന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.